നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ട്രെയിലർ, മമ്മൂക്കയുടെ ബസൂക്കയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ട്രെയിലർ സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ കാണാനും അല്പം വൈകി. ഇന്നലെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇന്നലെ എനിക്ക് എമ്പുരാൻ എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് ഈ ജില്ല വിട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ട്രെയിലർ പതിവ് പോലെ പങ്കുവയ്ക്കാനോ റിയാക്ട് ചെയ്യാനോ സാധിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബസൂക്കയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കാം. ഇപ്പോൾ തന്നെ അത് ഒരു യൂട്യൂബ് ട്രെൻഡിങ്ങിൽ #3 അത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ട്രെയിലറായി അത് മാറിക്കഴിഞ്ഞു. നമുക്ക് എന്തായാലും ആ ട്രെയിലർ ഒന്ന് വാച്ച് ചെയ്യാം. டேய் பாடு, நீ எப்படா எங்க வந்த? நீ கதவை தொற. எப்படி வந்தேன்னு சொல்றேன். தொறா. He is Benjamin Joshua, ACP, Cochin City. He had a strong team and they all were well trained. He is Mr. Nobody, but definitely somebody. Classy, sleek. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ I don't think so. Because that's too simple a word to describe him. ഇതൊരു കളിയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാന മോക്ഷമാണ് ഗെയിം പ്ലാൻ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകൾ ഉണ്ടാവും. ഒപ്പം കാമത്തിന്റെ സ്വീകാരം മുഴക്കുന്ന ക്ഷുദ്രശക്തികൾ നിങ്ങളെ നിമ്മതിയിലേക്ക് പതിപ്പിക്കും. ഈ കുരയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ല ബ്രോ. കുരയ്ക്കുന്ന പട്ടിയെ പോയി ഞോണ്ടി വന്നു. പൊക്കിണി ചുറ്റും സർക്കിൾ തരും. നിന്റെ ആ ഡയർ ഡബിൾ ആന്റഗണിസ്റ്റ് ഇല്ലേ, അവനെ നമ്മൾ പൊക്കും. ഓക്കെ, അപ്പോൾ നിന്റെ ഡയർ ഡബിൾ ആൻറ്റഗണിസ്റ്റ് ഇല്ലേ, അവനെ നമ്മൾ പൊക്കും എന്ന് ഏപ്രിൽ 10 ലാലേട്ടൻ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിനെ. ഇനി ഏപ്രിൽ 10 മുതൽ ബോക്സ് ഓഫീസിനെ ഇളക്കി മറിച്ച് പൊക്കി മറിച്ചിടാൻ എത്തുന്ന താരമാണ് മമ്മൂക്ക. മമ്മൂക്കയെക്കുറിച്ച് ഒരുപാട് കിംവദന്തികളും അപവാദ പ്രചരണങ്ങളും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അസുഖമുണ്ടോ എന്ന് വെച്ചാൽ അസുഖമുണ്ട്. ഇപ്പോൾ എനിക്ക് അസുഖമുണ്ട്, ജലദോഷം. അപ്പോൾ ആ ജലദോഷത്തിനെ ഒരു മാരക അസുഖമായിട്ട് ചിത്രീകരിച്ചാലോ? അത്തരത്തിലുള്ളൊരു വിഷയം തന്നെ അവിടെ ഉള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് വളരെ രീതിയിലാണ്. കാരണം അല്പം പ്രായം ആയൊരു മനുഷ്യനാണ് നമ്മുടെ മമ്മൂക്ക, നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും അതിനൊക്കെയുള്ള മറുപടി ബസൂക്കയുടെ ഈ വരുന്ന ഏപ്രിൽ 10 റിലീസോടുകൂടി മമ്മൂക്ക നൽകും. സിനിമ ഗംഭീരമായിട്ടുള്ളൊരു വിജയമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുതിയൊരു പാറ്റേണിലുള്ള മമ്മൂക്കയെയും സിനിമയെയുമാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. എന്നും മമ്മൂക്ക അങ്ങനെയാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എന്നും നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കാൻ മമ്മൂക്കയ്ക്ക് വലിയ ആവേശമാണ്. അത് ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ്. ഈ ആവേശം അദ്ദേഹത്തിൽ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ യാതൊരുവിധ ശക്തികൾക്കും സാധിക്കില്ല എന്നുള്ള കാര്യം യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇതാ ഗൗതം വാസുദേവ് മേനോൻ്റെ ഗംഭീര ഒരു കഥാപാത്രം ജോഷുവ, ബെഞ്ചമിൻ ജോഷുവായിട്ട് അദ്ദേഹം തകർപ്പൻ പെർഫോമൻസാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് നമുക്കിതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ടീസർ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായിരുന്നു അദ്ദേഹം ഒരു ഗംഭീര കഥാപാത്രമായിട്ടാണ് സിനിമയിലെത്തുന്നത്. മാത്രമല്ല സിദ്ധാർത്ഥ ഭരതനെ ഇതിൽ കാണാൻ സാധിച്ചു. ഒരു പോലീസ് ഓഫീസറായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇതിൽ വരുന്നത്. മാത്രമല്ല ഇതിലെ പഞ്ച് സീനുകൾ, ഇടി സീനുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ വിഷ്വൽസൊക്കെ ഗംഭീരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി തിയേറ്ററിൽ ഇത് കാണുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് രാഗം തിയേറ്ററിൽ
ഈ ട്രെയിലർ കണ്ട വ്യക്തിയോട് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം കിട്ടിയത് അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണെന്നാണ്. രോമാഞ്ചിഫിക്കേഷൻ മൂഡാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മോഡിലേക്ക്, ബസൂക്ക മോഡിലേക്ക് യുവത്വത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ 73കാരനായ ചെറുപ്പക്കാരന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം എന്താണ് കാട്ടിക്കൂട്ടിയതെന്ന് നമുക്കറിയാം. ബ്രഹ്മയുഗം എന്ന ഒറ്റ ചിത്രത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു സംഭവം കണ്ടത്. ബ്രഹ്മയുഗം എന്ന ഒറ്റ ചിത്രത്തിലൂടെ അദ്ദേഹം ആളുകളെ, പ്രത്യേകിച്ച് യുവാക്കളെ കയ്യിലെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് തന്നെ നമുക്ക് ഇനിയും വരുന്ന സിനിമകളിലൊക്കെ കാണാം, ബസൂക്കയിലും കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഈ ഒരു കുറവ് തോന്നിക്കുന്നതിൻ്റെ മെയിൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള ഒരു യങ്സ്റ്റർ ആണ് എന്ന് തന്നെ നിസ്സംശയം കരുതാം. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. ട്രെയിലർ കട്ട്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പോഴും ചെവിയിൽ അലയടിക്കുകയാണ്. അത്ര മനോഹരമായിട്ട് തന്നെ അതിൻ്റെ മ്യൂസിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡിനോ ഡെന്നിസ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന, ഇതുവരെ മലയാളത്തിൽ പയറ്റാത്ത ഗെയിം ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ഫോക്ക് ലോർ ഐറ്റംസൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയോ ഒരു അമ്പലവും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നതായിട്ടോ മറ്റുള്ളൊരു ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ടീസറിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടത്. ട്രെയിലറിലും അതിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂക്കയുടെ ഒരു അവതാരപ്പിറവി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതുവരെ കാണാത്ത ഒരു പുത്തൻ മമ്മൂക്കയെ, കിടിലൻ ലുക്കിലുള്ള മമ്മൂക്കയെ നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഡിനോയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഏപ്രിൽ 10 എന്ന് കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 10 ഫസ്റ്റ് ഷോ കാണാൻ തന്നെ ശ്രമിക്കും. കാരണം അപൂർവം ചില സിനിമകളെ ഞാൻ സെലക്റ്റീവായിട്ട് ഇപ്പോൾ കാണുന്നുള്ളൂ. തീരെ സമയം കിട്ടാത്ത അവസ്ഥയാണ്. ജോലി മേഖലയിലെ കുറച്ച് തിരക്കുകൾ കാരണമാണ്. സദയം ക്ഷമിക്കുക. എല്ലാ പടവും കണ്ട് നിങ്ങളോട് എനിക്ക് റിവ്യൂ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കാലമായിട്ട് റിയാക്ഷൻസ് ഒന്നും ഇല്ലാതായത്. വെറുതെ നമ്മൾ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കണ്ടത് പറയുക, അനുഭവം പറയുക എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. പരമാവധി എല്ലാ സിനിമകളെയും നല്ല വശവും ചീത്ത വശവും ഒക്കെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ ഒരു സിനിമയുടെ കഷ്ടപ്പാടുകളെ, അതിന് പുറകിലുള്ള ആളുകളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാറ്. ഒരിക്കലും എനിക്കെന്തായാലും പെട്ടെന്നൊരു സിനിമ എടുക്കാനോ അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു നല്ലൊരു ഗംഭീര പ്രൊഡക്റ്റ് ഉണ്ടാക്കാനൊന്നും പെട്ടെന്നും സാധിക്കില്ല. അപ്പോൾ അത് ചെയ്യുന്നവരെ ഡിമോട്ടിവേഷൻ നടത്താതെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക എന്നുള്ളത് തന്നെയാണ് അങ്കമാലിയുടെ ലക്ഷ്യവും. അതുമാത്രമല്ല ഒപ്പം തന്നെ നമ്മുടെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതും. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിൽ കൂടി ചിത്രം കണ്ടിരിക്കാവുന്ന ചിത്രമാണോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാറുണ്ട്. ഒരു തവണ കാണാവുന്ന സിനിമകളെ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. തീരെ സിനിമ കാണാത്ത ചില സിനിമകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ആ പടം അത്രയ്ക്കായിരിക്കും. ചിലപ്പോൾ റിയാക്ഷൻ ചെയ്യാത്ത ചില സിനിമകളുണ്ടായിരിക്കും. ഞാൻ കാണാത്തത് കൊണ്ട് മാത്രമല്ല, ചില സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ചിലപ്പോൾ റിയാക്ട് ചെയ്യേണ്ടെന്ന് കരുതും. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ അതിന് മുടക്കുമുതൽ തിരിച്ച് പിടിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ടും കൂടിയാണ്. വേറൊന്നുമല്ല, എല്ലാവരും പണിയെടുക്കുന്നത് ജീവിക്കാനാണ്. അപ്പോൾ മറ്റുള്ളവൻ്റെ അന്നത്ത് ചവിട്ടുന്ന കഥാപ്രസംഗം നടത്തുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. എല്ലാ സിനിമ പ്രതിഭാധനരായിട്ടുള്ള സംവിധായകന്മാരെ കൊണ്ടും ടെക്നീഷ്യൻസിനെ കൊണ്ടും നടന്മാരെ കൊണ്ടും നടിമാരെ കൊണ്ടും ഒക്കെ മലയാള സിനിമ ഇനിയും ഉത്തരവാദിത്വം പുരോഗമിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബസൂക്ക സിനിമ തിയേറ്ററിൽ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ബസൂക്ക ട്രെയിലറിനെ കുറിച്ചും ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ബസൂക്കയോടുള്ള പ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. മമ്മൂക്കയോട് പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഒരുപക്ഷെ മമ്മൂക്ക അത് കാണുന്നുണ്ടെങ്കിൽ മമ്മൂക്ക നിങ്ങൾക്ക് എല്ലാവിധ ആശംസ നേരുകയാണ്. ബൈ ബൈ. സൈനിങ് ഔട്ട്.